ഏട്ടാ, എടാ, നമുക്ക് പ്ലാൻ ഒന്നുമില്ല, പുറത്തൊന്നും പോകുന്നില്ലല്ലോ. നമുക്ക് നമ്മൾ കുക്കിംഗ് പരീക്ഷണത്തിൽ കിടന്നാലോ? ഇന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില ഷെഫുമാര് വലിയ പൈസക്ക് ഹോട്ടലിൽ കൊടുക്കുന്ന ഒരു സാധനം, അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂട്യൂബിൽ നല്ല അവൈലബിൾ ആണ്. നമുക്ക് അത് വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കിയാലോ? ഫിഷ് നിർവാണ, അത് നമുക്ക് ഉണ്ടാക്കിയാലോ? നേരത്തെ മസാലയൊക്കെ പെരക്കി വെച്ച നല്ല അയക്കൂറ ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫിഷ് നിർവാണ ഒരു പരീക്ഷണം നടത്തുന്നത്. അപ്പോൾ മസാലയൊക്കെ സാധാരണ നിലയിൽ നമ്മൾ മീൻ പൊരിക്കുന്നതിൻ്റെ സെറ്റാക്കി സാധനം പൊരിച്ചു തുടങ്ങി. അതിൻ്റെ ബാക്കി ഫിഷ് നിർവാണയുടെ ബാക്ക്ഗ്രൗണ്ട് വർക്കൊക്കെ ഇങ്ങനെ നടക്കണം. നല്ല മീൻ നല്ല പൊരിഞ്ഞു വരുന്നുണ്ട്, നല്ല വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പൊരിഞ്ഞു വരികയാണ്. ഫിഷ് നിർവാണക്ക് മാങ്ങ നിർബന്ധമാണ്. അപ്പം മാങ്ങ ഇവിടുന്ന് കിട്ടിയായിരുന്നു. അതുപോലെ പിന്നെ തേങ്ങാപ്പാൽ, നമുക്ക് ഇൻസ്റ്റൻറ്റ് തേങ്ങാപ്പാൽ പൊടി വെച്ചിട്ടാണ്, അത് കലക്കിയിട്ടാണ് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത്. വാഴയില നിർബന്ധമാണ്, പക്ഷേ വാഴയില കിട്ടാനില്ല. ഇത് വിഷുവിന് കണി വെച്ചതിൻ്റെ ബാക്കിയുള്ള ഉണങ്ങിപ്പോയി. എന്നാലും ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. അങ്ങനെ പൊരിച്ചെടുത്ത അയക്കൂറ നമ്മൾ നിർവാണക്ക് വേണ്ടി അതിൻ്റെ പ്രത്യേക ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ വാഴയിലയും ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ടാണ് പരിപാടി നടന്നത്. അതിൽ തേങ്ങാപ്പാൽ നല്ല കുതിർത്ത് നിൽക്കണം, തേങ്ങാപ്പാലിൽ മുങ്ങി നിൽക്കണം. ഇത് പൊരിച്ച അയക്കൂറ അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അതിനെ കുതിർത്ത് വെച്ച് അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞ് പച്ചമുളകും ഇഞ്ചിയും മാങ്ങയും ഒക്കെ ഇടണം. ഈ ഇഞ്ചിയുടെയും മാങ്ങയുടെയും ടേസ്റ്റ്, തേങ്ങാപ്പാലുള്ള ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഇടണം. ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി എടുക്കണം. എന്നിട്ട് കുരുമുളക് പൊടിയും കുറച്ച് ചേർക്കേണ്ടതുണ്ട്. അങ്ങനെ അത് ഒന്ന് സെറ്റായി ഒന്ന് തിളച്ച് വരുന്നത് കുതിർത്ത് വെച്ച് തിളച്ച് വരണം. എന്നിട്ട് അതിനൊന്ന് മൂടി വെക്കുക. മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് മൂടി തുറന്ന് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എടുത്താൽ സംഗതി നല്ല അടിപൊളി ഫിഷ് നിർവാണ റെഡിയാണ്. ഇതൊക്കെ യൂട്യൂബിൽ കൃത്യമായിട്ട് വലിയ കുക്കിംഗ് വ്ളോഗേഴ്സ് ഇഷ്ടംപോലെ വീഡിയോ ഇട്ടുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇടാത്തത്. നമ്മളെ ലെവലിൽ അടിപൊളി ഫിഷ് നിർവാണ റെഡിയാണ്. നല്ല ടേസ്റ്റി, കാണാൻ തന്നെ അടിപൊളിയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം നല്ല പൊള്ളി സാധനമാണ്. ഞങ്ങൾ പൊറോട്ടയും കൂടിയാണ് തട്ടിയത്. അപ്പോൾ സംഗതി അടിപൊളിയായിരുന്നു.